കേരളത്തിലെ അറിയപ്പെടുന്ന പ്രബലമായ മുജാഹിദ് സലഫി ഗ്രൂപ്പുകളിൽ പ്രധാനപ്പെട്ട ഒരു സംഘടനയാണ് വിസ്ഡം. ഈ വിസ്ഡം ഗ്ലോബൽ ഇസ്ലാമിക് മിഷൻ, അങ്ങനെ എന്തോ ആണ് ആ സംഘടനയുടെ പേര്. വലിയ മിഷനുമായി പ്രവർത്തിക്കുന്ന സംഘടനയാണ്. അപ്പോൾ കേരളത്തിൻ്റെ പശ്ചാത്തലത്തിൽ പ്രവർത്തിക്കുന്ന ഈ സംഘടനയുടെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് അവരൊരു മുസ്ലിം സംഘടനയാണെന്നും ഇസ്ലാമികപരമായ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട കർമ്മശാസ്ത്രം അല്ലെങ്കിൽ മുസ്ലിങ്ങളുടെ ഇസ്ലാമികപരമായ വിഷയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ചർച്ചകളും അഭിപ്രായങ്ങളും നിലപാടുകളും ഒക്കെ പറയുന്ന ഒരു സംഘടനയാണ്. കേരളത്തിലെ ഒരു പ്രബലമായ മുജാഹിദ് സംഘടനാ വിഭാഗത്തിൽപ്പെട്ട ഒരു സംഘടനയാണ്. ഏതായാലും അവർ പലപ്പോഴും മുസ്ലിം ലീഗിൻ്റെ പ്രോക്സി ഗ്രൂപ്പ് എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാവുന്ന സംഘടനയാണ്. കാരണം ഇവർ ചില സമയത്ത് ചില രാഷ്ട്രീയ നിലപാടുകൾ പ്രഖ്യാപിക്കും, അല്ലെങ്കിൽ രാഷ്ട്രീയപരമായ അഭിപ്രായം പറയും. ഞങ്ങൾ ഇന്ന രാഷ്ട്രീയ പാർട്ടിയെ പിന്തുണക്കുന്നു എന്നുള്ള പ്രത്യക്ഷമായ അഭിപ്രായങ്ങൾ ഒരിക്കലും പറയില്ല. പക്ഷേ അവർ പലപ്പോഴും അവരുടെ രാഷ്ട്രീയപരമായ അഭിപ്രായങ്ങൾ കൊണ്ടുപോയി കെട്ടുന്നത് മുസ്ലിം ലീഗിന് വോട്ട് ചെയ്യുക, കോൺഗ്രസിനെ വോട്ട് ചെയ്യുക, ദേശീയ തലത്തിൽ തന്നെ രാഹുൽ ഗാന്ധിയുടെ കരങ്ങൾക്ക് ശക്തി പകരുക, ഇത്തരം ഒരു ആശയങ്ങളാണ്, ഇത്തരം ഒരു ആശയ പരിസരമാണ് പലപ്പോഴും ഇവർ ഉണ്ടാക്കിയിരിക്കുന്നത്. ഞാൻ പറയാൻ വന്നതിൻ്റെ കാരണം എന്നുള്ളത്, നേരത്തെ ഇവർ ജിന്ന് വിവാദം, ജിന്നിനോട് സഹായം തേടാം, ഇങ്ങനെ പല വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് നേരത്തെ ഉണ്ടായിരുന്ന KNMുമായി തെറ്റിപ്പിരിഞ്ഞാണ് പുതിയ ഗ്രൂപ്പായി പ്രവർത്തിക്കാൻ തുടങ്ങിയത്. സമാന്തരമായി KNMനോടൊപ്പം തന്നെ സമാന്തര പള്ളികൾ, സമാന്തര മദ്രസകളൊക്കെ ഇവരുണ്ടാക്കി. അല്ലെങ്കിൽ നേരത്തെ പ്രവർത്തിച്ചിരുന്ന മദ്രസകൾ പലതും പള്ളികളൊക്കെ ഇവരുടെ അധീനതയിലാക്കി. ഇതാണ് ഇവരുടെ ഒരു ആശയപരമായ പരിസരവും അതിൻ്റെ ഒരു പശ്ചാത്തലവും എന്നുള്ളത്. പറഞ്ഞു വരുന്നത് അതല്ല. 2 ദിവസം മുമ്പ് അവരുടെ ഡയലോഗ് എന്നുള്ള ഒരു യൂട്യൂബ് ചാനലുണ്ട്. അതിലെ വിഷയം SDPI നിലപാടിലെ കാപട്യം എന്നതായിരുന്നു. SDPI നിലപാടിലെ കാപട്യം. ഒരു 10-19 മിനിറ്റോളം സമയം അവർ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സംസാരിച്ചു. അങ്ങനെ ഞാൻ ആ വീഡിയോ മൊത്തം കണ്ടു. എന്താണ് ഇവർ പറയുന്നത്? രാഷ്ട്രീയപരമായ ഒരു അഭിപ്രായം പറയുകയാണല്ലോ. കേരളത്തിലെ പൊതു സമൂഹവുമായി ബന്ധപ്പെട്ട് നിലവിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട സംഭവ വികാസങ്ങളെ പറ്റിയുള്ള അഭിപ്രായ പ്രകടനമാണ്. SDPIക്കാർക്ക് വേണ്ടിയിട്ടുള്ള ഉപദേശങ്ങളാണ് നൽകിക്കൊണ്ടിരിക്കുന്നത് എന്ന് മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ വീഡിയോ കണ്ടത്. പരമ്പരാഗതമായി ഇത്തരം ഒരു വിഷയത്തിൽ സ്വാഭാവികമായിട്ടും അവർ എന്ത് പറയുന്നു എന്ന് നോക്കാൻ വേണ്ടി. പക്ഷെ ആ 19 മിനിറ്റിൽ എനിക്ക് ആകത്തുക അതിൽ മനസ്സിലായ കാര്യം, ഇവർക്ക് SDPIയോട് വിരോധമുണ്ട്. അഭിപ്രായ വ്യത്യാസം എന്നതിനപ്പുറം SDPI എന്നുള്ള രാഷ്ട്രീയ പാർട്ടിയോട് വിരോധമുള്ളത് പോലെയാണ് എനിക്ക് തോന്നിയത്. എന്തുകൊണ്ടാണ് അങ്ങനെ? കാരണം ആശയപരമായ പ്രശ്നമാണ് എന്നതാണ് ഇവർ പറയുന്ന കാരണം. അവർ ഇസ്ലാമിനെ ഉദ്ധരിക്കുന്നു, ഖുർആനെ ഉദ്ധരിക്കുന്നു, അല്ലെങ്കിൽ മറ്റുള്ള ഇസ്ലാമിൻ്റെ ചരിത്രത്തെ ഉദ്ധരിക്കുന്നു, അങ്ങനെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നു എന്നൊക്കെയാണ് ഇവർ പറയുന്ന അഭിപ്രായം. എനിക്ക് അത്തരം ഒരു നിലപാട് SDPIക്കുണ്ടോ എന്ന് ചോദിച്ചാൽ, ഇന്ത്യ രാജ്യത്ത് പ്രവർത്തിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം ഇത്തരത്തിൽ പ്രവർത്തിക്കാൻ കഴിയുമോ എന്നുള്ളത് മറ്റൊരു ചോദ്യമാണ്. ഏതായാലും ഇവർ മഞ്ചേശ്വരം വിഷയവുമായി ബന്ധപ്പെട്ട് SDPIയുടെ ഇരട്ടത്താപ്പ് എന്നുള്ള രീതിയിലാണ് ചർച്ച തുടങ്ങിയത്. പക്ഷെ മഞ്ചേശ്വരം വിഷയം ആകെ 2-3 മിനിറ്റ് പറഞ്ഞുകൊണ്ട് ഫാസിസത്തിനെതിരെയുള്ള നിലപാട് ഇങ്ങനെ ആയിരിക്കണം, അങ്ങനെ ആയിരിക്കണം എന്നുള്ള രീതിയിലുള്ള ഒരു ഉപദേശം കൊണ്ട് അത് അവസാനിച്ചു. അതിനുശേഷം മൊത്തം കേരള സർക്കാരുമായി ബന്ധപ്പെട്ട കാര്യമാണ് പറഞ്ഞത്. പക്ഷെ ഈ പറയുന്നതിനിടയിൽ ഇവർ പറയുന്ന ഒരു കാര്യം, മുജാഹിദ് പ്രസ്ഥാനത്തിലെ ആളുകൾ പല പാർട്ടിക്കും വോട്ട് ചെയ്യുന്ന ആളുകളുണ്ട്. LDFന് വോട്ട് ചെയ്യുന്ന ആളുകളുണ്ട്, CPMന് വോട്ട് ചെയ്യുന്ന ആളുണ്ട്, UDFന് വോട്ട് ചെയ്യുന്ന ആളുകളുണ്ട്. പക്ഷേ കഴിഞ്ഞ പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള LDF സർക്കാരുമായി ബന്ധപ്പെട്ട ആഭ്യന്തര വകുപ്പും വെള്ളാപ്പള്ളി നടേശനും ഇങ്ങനെ തുടങ്ങിയ സർവ്വകാര്യങ്ങളും അവരെടുത്തു പറയുന്നുണ്ട്. വെള്ളാപ്പള്ളി നടേശൻ, പിണറായി വിജയന്റെ ഗവൺമെന്റ്, ആഭ്യന്തര വകുപ്പ്, ഇത് മാത്രമാണ് പറയുന്നത്. മറ്റുള്ള സർക്കാരുമായി ബന്ധപ്പെട്ട ഒരു വിഷയവും പറയുന്നില്ല. ആഭ്യന്തര വകുപ്പിൽ ചില പ്രശ്നങ്ങളുണ്ട് എന്ന് ആണ് പറയുന്നത്. അപ്പോൾ അതിനെന്താണ് പരിഹാരം, അത് മാറ്റാൻ എന്താണ് പരിഹാരം എന്ന് ചോദിക്കുന്ന സമയത്ത് ഇത് SDPIക്കാർ ഇപ്പോഴും പറയുന്നില്ല എന്നും അതുകൊണ്ട് UDFന് വോട്ട് ചെയ്യണം എന്നുള്ള ഒരു നയം സ്വീകരിക്കുന്ന ചിന്താഗതിയിലേക്ക് ജനങ്ങളെ കൊണ്ടെത്തിക്കാൻ വേണ്ടിയാണ് ലീഗിൻ്റെ പ്രോക്സി ഗ്രൂപ്പ് എന്ന് വിശേഷിപ്പിക്കാവുന്ന ഈ വിസ്ഡം ഗ്രൂപ്പിൻ്റെ നേതൃത്വത്തിൽ ഇത്തരം ഒരു ചർച്ചയും സെഷനും ഒക്കെ വെച്ചിരിക്കുന്നത്. ഓരോ ദിവസവും അതിൽ ഓരോ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഉണ്ടാവാറുണ്ട്.
ആ ചർച്ചകളൊക്കെ മറ്റൊരു കാര്യമാണ്. എന്നാൽ ഇതിലെ മൊത്തത്തിലുള്ള ഒരു ആംഗിൾ എന്നുള്ളത് മുസ്ലിങ്ങളുടെ അടിസ്ഥാനപരമായ അവകാശ പ്രശ്നങ്ങൾ, മലബാറിനോടുള്ള അവഗണന, സംവരണവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, നിലവിലുള്ള കേരളത്തിന്റെ സാമൂഹിക സാഹചര്യം, ഇതിൽ LDFനെ കുറ്റപ്പെടുത്തുകയാണ്, പിണറായി വിജയനെ കുറ്റപ്പെടുത്തുകയാണ്. പ്രത്യേകിച്ചും ആഭ്യന്തര വകുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലാണ് കുറ്റപ്പെടുത്തലുകൾ നടത്തുന്നത്. വെള്ളാപ്പള്ളി നടേശനും ഒക്കെ വരുന്നുണ്ട്. ഇതിൽ ഇതൊക്കെ ഇവരെ കുറ്റപ്പെടുത്താൻ പറയുന്ന കാര്യങ്ങളായി വരുമ്പോൾ തിരിച്ച് UDFന്റെ നിലപാട് എന്താണ്, മുസ്ലിം ലീഗിന്റെ ഈ കാര്യത്തിലുള്ള നിലപാട് എന്താണ് എന്നുള്ളത് ഇവർ പറയുന്നേയില്ല. മറ്റൊരു കാര്യം മഞ്ചേശ്വരവുമായി ബന്ധപ്പെട്ടാണ്. മഞ്ചേശ്വരത്തെ SDPI സ്ഥാനാർത്ഥി നിർത്തിയതും പിന്നീട് ഇവരൊക്കെ സമ്മർദ്ദം ചെലുത്തിയിട്ട് അത് ഇല്ലാതാക്കിയെന്നും അതുകൊണ്ട് ഞങ്ങൾ SDPI പരാജയപ്പെടുത്തിയോ എന്നും ഒക്കെയാണ് അവർ പറയുന്നതിന്റെ സാരാംശം എന്നുള്ളത്. കേരളത്തിലുള്ള സാമൂഹിക പശ്ചാത്തലം അത് SDPIക്ക് അനുകൂലമല്ല. അത് ഇവിടെ പരമ്പരാഗതമായ രാഷ്ട്രീയ പാർട്ടികളുണ്ട്, അവരാണ് കാര്യങ്ങൾ തീരുമാനിക്കേണ്ടത്, അല്ലാണ്ട് SDPI അല്ല എന്നുള്ള രീതിയിലാണ് ആ ചർച്ചകൾ പുരോഗമിക്കുന്നത്. ഏതായാലും അവർ പറയുന്നതിന്റെ പൊരുൾ ഇന്ത്യ രാജ്യത്ത് മതേതര പാർട്ടികളെ ശക്തിപ്പെടുത്തണം. അതായത് കോൺഗ്രസോ അല്ലെങ്കിൽ മറ്റുള്ള രാഹുൽ ഗാന്ധിയോ മറ്റുള്ള മതേതര പാർട്ടികൾ. കേരളത്തിൽ മുസ്ലിം ലീഗും UDFും ഒക്കെ ഉണ്ട്, അവരെ ശക്തിപ്പെടുത്തണം. മറ്റൊരു രാഷ്ട്രീയത്തിനും ഇന്ത്യ രാജ്യത്ത് പ്രസക്തിയില്ല, അതിൻ്റെ ആവശ്യവുമില്ല എന്നുള്ള ഒരു പൊതു ലൈനാണ് അവർ പറയുന്നുള്ളത്. എന്നാൽ ഇന്ത്യ രാജ്യത്തിൻ്റെ സാഹചര്യം പോലും മനസ്സിലാക്കാതെയുള്ള ഒരു അല്പത്തരത്തിൽ നിന്നാണ് ഇത്തരം ചർച്ച വന്നതായിട്ടാണ് എനിക്ക് തോന്നിയത്. ഇന്ത്യ രാജ്യത്തിൻ്റെ 2004 വരെയുള്ള ചരിത്രം എന്താണെന്ന് പരിശോധിക്കുമ്പോൾ 2004 സച്ചാർ കമ്മിറ്റി റിപ്പോർട്ട് അത് നമ്മുടെ മുമ്പിലുണ്ട്. 2004 UPA ഗവൺമെന്റ് തീരുമാനിച്ച സച്ചാർ കമ്മിറ്റി അതുവരെയുള്ള മുസ്ലിങ്ങളുടെ ഇന്ത്യ രാജ്യത്തെ സാഹചര്യം പരിശോധിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു കമ്മിറ്റിയാണ്. ആ കമ്മിറ്റി നൽകിയ റിപ്പോർട്ടിൽ എന്താണ് പറയുന്നത്, ഇന്ത്യ രാജ്യത്തെ ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന ദലിത് വിഭാഗങ്ങളെക്കാൾ പിന്നോക്കമാണ് ഇന്ത്യ രാജ്യത്തിലെ മുസ്ലിങ്ങളെ അവസ്ഥ എന്നുള്ളത്. അത് രാഷ്ട്രീയപരമായി, വിദ്യാഭ്യാസപരമായി, മറ്റ് സാമൂഹികമായി അല്ലെങ്കിൽ മറ്റുള്ള അവകാശങ്ങൾ ലഭിക്കുന്നതിൽ, ഇങ്ങനെയുള്ള ഒരു കാര്യത്തിലും എല്ലാ ജനവിഭാഗത്തെക്കാളും പിന്നോക്കമാണ് ഇന്ത്യൻ മുസ്ലിങ്ങളുടെ അവസ്ഥ എന്നുള്ളത്. അപ്പോൾ അതിനാരാണ് ഉത്തരവാദി എന്ന് ഇവർ പറയും? 2004 വരെ ഇന്ത്യയിൽ നരേന്ദ്രമോദിയോ അല്ലെങ്കിൽ BJPയോ ഒന്നും അധികാരത്തിലില്ലല്ലോ. പിണറായി വിജയനും രാജ്യത്തിന്റെ അധികാരം കൈയാളിയിട്ടില്ലല്ലോ. അത്രയും കാലം ഇന്ത്യ ഭരിച്ചിട്ടും ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ അവസ്ഥ ഇങ്ങനെയാവാൻ കാരണം എന്താണ്? ഒന്നാമത്തെ പ്രതി എന്നുള്ളത് കോൺഗ്രസ് തന്നെയാണ്, അതിവർ പറയുന്നില്ല. ഇനി 20,000-ൽ പരം കലാപങ്ങൾ 1947 മുതൽ 2000 വരെയുള്ള കാലഘട്ടത്തിൽ ഇന്ത്യയിൽ ഉണ്ടായി എന്ന് പറയുന്നു അതേ സച്ചാർ കമ്മിറ്റി റിപ്പോർട്ടിൽ. ആ 2000-ൽ പരം കലാപങ്ങളിൽ ഒരു കലാപത്തിൽ പോലും ഒരു പ്രതിയെ പോലും ശിക്ഷിക്കാൻ ഇവിടുത്തെ സെക്യുലർ പാർട്ടികൾക്കോ സംവിധാനങ്ങൾക്കോ സർക്കാർ സംവിധാനങ്ങൾക്കോ കഴിഞ്ഞിട്ടില്ല എന്നും ഈ സച്ചാർ കമ്മിറ്റി റിപ്പോർട്ടിൽ പറയുന്നു. അപ്പോൾ 2000 വരെയുള്ള ഇന്ത്യ രാജ്യത്തിൻ്റെ കലാപങ്ങളുടെ ചരിത്രം എടുക്കുമ്പോൾ അതിൽ ഏറ്റവും ഇരകളാക്കപ്പെട്ട മുസ്ലിം സമുദായത്തിൽ ഒരു കേസിൽ പോലും ഒരു നിയമ നടപടി സ്വീകരിച്ചുകൊണ്ട് നടപടിയെടുക്കാൻ കഴിയാത്ത ഭരണകൂടങ്ങളാണ് 2004 വരെ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് ഇന്ത്യ രാജ്യത്തിലെ ഈ ജനവിഭാഗത്തിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്നുള്ളത് രാഷ്ട്രീയമായി മാറി നിന്നതിൻ്റെയും രാഷ്ട്രീയമായി മറ്റുള്ളവർ വിഭാഗങ്ങൾ അല്ലെങ്കിൽ മറ്റുള്ളവർ തങ്ങളെ രക്ഷിക്കുമെന്നുള്ള ഒരു കരുതലിൽ നിന്നുമാണ് രാജ്യത്തെ ഇത്തരം പിന്നോക്കമായ അവസ്ഥയിലേക്ക് മുസ്ലിങ്ങൾ എത്തിയത് എന്നുള്ള ചരിത്രമാണ് യഥാർത്ഥത്തിൽ സച്ചാർ കമ്മിറ്റി പറയുന്നത്. അതിന് പരിഹരിക്കാൻ വേണ്ട നയങ്ങളൊക്കെ അതിൽ പറയുന്നുണ്ട്. രാഷ്ട്രീയമായി ഓരോ പാർട്ടികളിലോ അല്ലെങ്കിൽ വിഭാഗങ്ങളിലോ കൃത്യമായിട്ടുള്ള ഈ ജനസംഖ്യാനുപാതിക പ്രാതിനിധ്യം. കേരളത്തിൽ 140 നിയമസഭാ മണ്ഡലങ്ങൾ ഉണ്ടെങ്കിൽ കേരളത്തിലുള്ള 28-ഓ 30-ഓ വരുന്ന മുസ്ലിം സമുദായത്തിന് അർഹമായ പ്രാതിനിധ്യം കേരളത്തിലുള്ള MLA-മാരെ തെരഞ്ഞെടുക്കുമ്പോൾ 10-40ഓളം ആളുകളെ മുസ്ലിം സമുദായത്തിൽ നിന്നും ഉണ്ടാവേണ്ടതുണ്ട് എന്നാണ് സച്ചാർ കമ്മിറ്റി റിപ്പോർട്ട് പരിശോധിച്ചാൽ നമ്മൾക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ അത്തരം ജനസംഖ്യാനുപാതിക പ്രാതിനിധ്യം അടക്കം രാജ്യത്ത് വിഷയമായി കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇവിടെ ഒരു പാർട്ടിയെയും ആവശ്യമില്ല എന്നുള്ളതല്ല ഇവിടെ നോക്കേണ്ട കാര്യം. ഇവിടെ അവകാശങ്ങൾക്ക് വേണ്ടി, അർഹമായ പ്രാതിനിധ്യത്തിന് വേണ്ടിയാണ് SDPI പോലെയുള്ള ഒരു പുതിയ രാഷ്ട്രീയ പ്രസ്ഥാനം രാജ്യത്ത് ഉടലെടുത്തതെന്നും പരമ്പരാഗതമായ സാമ്പ്രദായികമായ രാഷ്ട്രീയ പാർട്ടികൾ യഥാർത്ഥത്തിൽ ഈ രാജ്യത്തിൻ്റെ അടിസ്ഥാന ജനവിഭാഗത്തിൻ്റെ അവകാശങ്ങൾക്ക് വേണ്ടി നിലകൊള്ളാത്തതിൻ്റെയും കൂടി അടിസ്ഥാനത്തിലാണ് പുതുയുഗ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ, നവയുഗ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ വരുന്നുള്ളതെന്നും SDPI ഇപ്പോൾ ഇന്ത്യ രാജ്യത്ത് 14ഓളം സംസ്ഥാനങ്ങൾ പ്രവർത്തിക്കുകയും ഈ തെരഞ്ഞെടുപ്പിൽ തന്നെ തമിഴ്നാട്ടിലെ DMK-യുമായിട്ടുള്ള മുന്നണിയിൽ ഒരു കക്ഷിയാണെന്ന് പോലുമുള്ള ബോധ്യമില്ലാതെയാണ് ഇവർ ഈ ചർച്ച നടത്തുന്നത്. കേരളത്തിൽ ഞങ്ങളെല്ലാം കൂടി SDPI വരാൻ വിടുകയില്ല എന്നതാണ് ഈ പറഞ്ഞതിൻ്റെ സാരാംശം.
യഥാർത്ഥത്തിൽ ഇവർ ചെയ്യുന്ന ഈ പണി എന്നുള്ളത് അത് മുസ്ലിം ലീഗിന്റെ പ്രോക്സി ഗ്രൂപ്പ് എന്ന് വേണമെങ്കിൽ, നേരത്തെ ഇറാന്റെ പ്രോക്സി ഗ്രൂപ്പാണ് ഹിസ്ബുള്ള, ഇറാന്റെ പ്രോക്സി ഗ്രൂപ്പാണ് യമനിലെ ഹൂത്തികൾ എന്നൊക്കെ നമ്മൾ പലപ്പോഴും പറയുന്നത് കേട്ടിട്ടുണ്ട് ക്രിസ്ത്യാൻ. അതുപോലെ കേരളത്തിൽ മുസ്ലിം ലീഗിന്റെ പ്രോക്സി ഗ്രൂപ്പായിട്ട് വേണം ഇവരെ വിലയിരുത്താൻ. രാഷ്ട്രീയപരമായിട്ട് പുതിയ രീതിയിലുള്ള കാഴ്ചപ്പാടുകളോ അവതരണങ്ങളോ അല്ലെങ്കിൽ സ്വയം ശാക്തീകരിച്ചെടുത്ത് അവകാശങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുകയോ ഉള്ള ഒരു പൊതുവായിട്ടുള്ള ഒരു രീതിശാസ്ത്രവും പ്രത്യയശാസ്ത്രവും അല്ലെങ്കിൽ അത്തരം ഒരു രാഷ്ട്രീയ നിലപാടുകളും സ്വീകരിക്കാൻ കഴിയാതെ കേവലം ചുരുങ്ങിയ അജണ്ടകളിലും ചുരുങ്ങിയ കാഴ്ചപ്പാടുകളിലും സങ്കുചിത രാഷ്ട്രീയ ബോധ്യത്തിലും ജീവിക്കുന്നത് കൊണ്ടാണ് ഇവർക്ക് ഇങ്ങനെ തോന്നുന്നത്. പിന്നീട് ഇതുമായി ബന്ധപ്പെട്ട വയലൻസും മറ്റു കേരളത്തിലുണ്ടായ സംഘർഷങ്ങളും അഭിമന്യു വിഷയമൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അതൊക്കെ കേരളത്തിൽ ആദ്യമായിട്ട് സംഭവിച്ച കാര്യമൊന്നുമല്ല. ക്യാമ്പസുകളിൽ അല്ലെങ്കിൽ കേരളത്തിലുണ്ടായ രാഷ്ട്രീയ സംഘർഷങ്ങളുടെ ഭാഗമായിട്ട് പല കൊലപാതകങ്ങളും അല്ലെങ്കിൽ അത്തരം നയങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതിലെല്ലാവരും കക്ഷിയാണ്. ഇവർ തന്നെ പിന്തുണക്കുന്ന മുസ്ലിം ലീഗും കോൺഗ്രസും അടക്കമുള്ള പാർട്ടികളും ഇത്തരം കേസുകളിൽ പ്രതി ചേർക്കപ്പെട്ടിട്ടുണ്ട്. ഇതേ മഞ്ചേശ്വരത്തെ വിഷയം ഇദ്ദേഹം ഇങ്ങനെ പറയുമ്പോൾ, പൈവളിക പഞ്ചായത്തിൽ മുസ്ലിം ലീഗ് പിന്തുണയോടെ BJP സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായ ഒരു സംഭവമുണ്ട് കാസർഗോഡ് ജില്ലയിലെ മഞ്ചേശ്വരം പഞ്ചായത്തിൽ, മഞ്ചേശ്വരം മണ്ഡലത്തിലെ പൈവളിക പഞ്ചായത്ത്. അതിനെപ്പറ്റി ഇവർക്ക് എന്തെങ്കിലും പറയാനുണ്ടാകുമ്പോൾ, കൊലീബി സഖ്യത്തെ പറ്റി എന്തെങ്കിലും പറയാനുണ്ടാകുമ്പോൾ, പ്രതിപക്ഷ നേതാവ് SDPI വോട്ട് വേണ്ട എന്ന് പറഞ്ഞതിനെ പറ്റി പറയാനുണ്ടാകുമ്പോൾ, ഇവിടെ മുസ്ലിങ്ങളിലെ ലീഗല്ലാത്ത വിഭാഗങ്ങൾ വർഗീയമായി ചിന്തിക്കുന്നവരും തീവ്രമായി നിലപാടെടുക്കുന്നവരുമാണ് എന്നുള്ള VD സതീശന്റെ അഭിപ്രായത്തെ പറ്റി ഇവർക്ക് എന്തെങ്കിലും പറയാനുണ്ടാകുമ്പോൾ, ഇങ്ങനെ UDFുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ UDFിന്റെ ആളുകൾ പ്രതിസ്ഥാനത്ത് വരുന്ന വിഷയങ്ങളിൽ, മുസ്ലിം ലീഗ് പ്രതിസ്ഥാനത്ത് വരുന്ന വിഷയങ്ങളിൽ നിശബ്ദമായിരിക്കുകയും SDPI എന്നുള്ള രാഷ്ട്രീയ പ്രസ്ഥാനം ഇവരെ വിമർശിച്ചതുകൊണ്ട്, അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രസ്ഥാനം എന്നുള്ള നിലയ്ക്ക് SDPI വിമർശിച്ചിട്ടുണ്ടാവില്ല, അതിൽ അണികൾ ഇവർക്കെതിരെ ശക്തമായ നിലപാട് സ്വീകരിച്ചതുകൊണ്ട് പലപ്പോഴും RSSകാരെ വേദിയിലിരുത്തിയ ഒരു നയസമീപനം പരമ്പരാഗതമായി ഇവർ തുടരുന്നുണ്ടായിരുന്നു. അതിന് വലിയ വിമർശനങ്ങൾ ഉണ്ടായി. അതിൽ ഏറ്റവും മുൻപന്തിയിൽ നിന്നത് SDPI പ്രവർത്തകരാണ്. ആ RSSകാരെ സ്വന്തം വേദിയിലും പരിപാടികളിലും ഒക്കെ നിരന്തരം അതിഥികളായി ക്ഷണിച്ചുകൊണ്ട് അവർക്ക് സ്വീകാര്യത നൽകിയ ഒരു പ്രസ്ഥാനം എന്നുള്ള നിലക്ക് വിമർശനം ഉണ്ടായതിൻ്റെ ഏറ്റവും അത്തരം കാര്യങ്ങൾ ഏറ്റവും കൂടുതൽ വിമർശിച്ചിട്ടുള്ള ഒരു അണികളുള്ള രാഷ്ട്രീയ പ്രസ്ഥാനം അത് SDPI ആയിരിക്കാം. ആ ചുരുക്കായിരിക്കാം യഥാർത്ഥത്തിൽ SDPIക്ക് ഇവരോടുള്ളത്. അതുകൊണ്ടായിരിക്കാം ഇത്തരം ഒരു കാര്യം ഉണ്ടാകുന്നത്. പിന്നീട് മുസ്ലിം ലീഗിന്റെ തണലിൽ ഈ കേരളത്തിലുള്ള ഒരു സാമൂഹിക അന്തരീക്ഷത്തിൽ തങ്ങൾക്ക് നേടിയെടുക്കേണ്ട ചില കാര്യങ്ങൾ അത് മുസ്ലിം ലീഗിന്റെ തണലിലൂടെയാണ് നേടിയെടുക്കുന്നത്. അതുകൊണ്ട് മുസ്ലിം ലീഗ് ദുർബലമാകാനോ UDF ദുർബലമാകാനോ പാടില്ല എന്നുള്ള കാഴ്ചപ്പാട് ഇവരുടെ സംഘടനാപരമായ കാര്യങ്ങൾക്ക് ഉണ്ടായിരിക്കാം. ഏതായാലും ഇതാണ് ഒരു സാഹചര്യം എന്നുള്ളത്. കേരളത്തിൽ VD സതീശനെ പോലെയുള്ള പ്രതിപക്ഷ നേതാവ് RSSന്റെ പരിപാടിയിൽ സംഘടിപ്പിച്ച് അവിടെ ഗോൾവാൾക്കറിന്റെ മുമ്പിൽ വിളക്ക് കൊളുത്തിയ സംഭവവും RSSമായിട്ട് സഹായം തേടിയ വിഷയമൊക്കെ ഒരുപാട് സംഭവങ്ങളുണ്ട് UDFുമായി ബന്ധപ്പെട്ട്. അതൊന്നും ചർച്ചയാക്കാതെ SDPI മാത്രം ഉപദേശിച്ചത് മുസ്ലിം ലീഗും BJPയുമായി സഹകരിച്ചതിൻ്റെയും അതുമായി ബന്ധപ്പെട്ടതിൻ്റെയും തെരഞ്ഞെടുപ്പ് ചിത്രവും പൈവളിക സംഭവവും ഒക്കെ നിലനിൽക്കുന്നുണ്ട്. അതിലൊന്നും ഇല്ലാതാവുകയും പെട്ടെന്ന് SDPIയുടെ കാര്യത്തിൽ മാത്രം വലിയ താല്പര്യങ്ങളും അഭിപ്രായവും ഉണ്ടാവുന്നതുമൊക്കെ ഇത്തരം രാഷ്ട്രീയപരമായ വെറുപ്പ് കൊണ്ടും രാഷ്ട്രീയപരമായ എതിർപ്പ് കൊണ്ടുമാണ്. മുസ്ലിം ലീഗിന്റെ പ്രോക്സി സംഘടനകൾ വിചാരിച്ചാൽ, മുസ്ലിം ലീഗിന്റെ പ്രോക്സി ഗ്രൂപ്പുകൾ വിചാരിച്ചാൽ മാത്രം കേരളത്തിലുള്ള സാമൂഹിക അന്തരീക്ഷം, രാജ്യത്തുള്ള SDPIയുടെ വളർച്ച ഇല്ലാതാക്കാൻ കഴിയില്ല എന്ന് തന്നെയാണ് ആ വിഷയത്തെപ്പറ്റി പറയേണ്ടത്.